Hello, good morning. Good morning, ma'am. Good morning, ma'am. ഈ സ്ക്രീനിൽ ഇപ്പൊ കിടക്കുന്ന ചാപ്റ്റർ എത്രാമത്തെ ചാപ്റ്ററാ മക്കളെ? എത്രാമത്തെ കിടക്കുന്നേ? ചാപ്റ്റർ നമ്പർ ഇപ്പൊ എടുത്തോണ്ടിരുന്ന ചാപ്റ്ററേ ഇപ്പൊ ഒരു മിസ് ഇവിടെ നടത്തിപ്പോയി. സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, താഴേക്ക് പോണോ ഞാൻ മുകളിലേക്ക് പോണോ എന്ന് അറിയാൻ വേണ്ടിട്ടാ, ചാപ്റ്റർ തരയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. സമയം വരുക. നമ്മള് എഴുതിപ്പോയ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കിട്ടിയോ മക്കളെ? കിട്ടിയാ? യെസ്, ഓക്കെ. ഒറ്റ ബുക്കായി കിടക്കണമായിരുന്നേ. ചാപ്റ്ററാണ്. യെസ്, കിട്ടി. ഓക്കെ, അപ്പൊ നമ്മള് HIS ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അതിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്? ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്ന് ആൻസർ നമുക്ക് ലാസ്റ്റ് പറയാം. ഐ തിങ്ക് അതാണ് നല്ലത് കേട്ടോ. നമുക്ക് എടുക്കാനുള്ള ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു. അതുകൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസും തരാമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ വായിപ്പിച്ചാൽ മതി, അതല്ലെങ്കിൽ സമയം പോകും. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് എന്താ പറയാ HIS അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡെവലപ്മെന്റ് അല്ലെ, പണ്ട് ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ പണ്ട് എങ്ങനെയാണ് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അവർ സ്റ്റോർ ചെയ്തൊക്കെ വെച്ചത്, അതിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് 1960s 70s ഉണ്ടായിരുന്ന ആ ഒരു രീതിയിലല്ല ഇപ്പോ അല്ലെ. അന്നൊക്കെ പണ്ട് അതിനേക്കാളും മുമ്പ് മാനുവലായിട്ട് ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം ആളുകൾ ഹാൻഡ് റിട്ടൺ കോപ്പീസ് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ടെക്നോളജി ഇങ്ങനെ ആദ്യം ചെറിയ ചെറിയ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്, അതിനുശേഷം പിന്നീട് മിനി കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വന്ന് പിന്നെ ഇന്നത്തെ കറണ്ട് പൊസിഷനിലേക്ക് നമ്മൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ നമുക്കറിയാം some changes അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ ടെക്നോളജീസിൽ വന്നു. ടെക്നോളജീസിൽ ഉണ്ടായിരുന്ന മാറ്റമാണ് പല ഓർഗനൈസേഷനിലും, ഹോസ്പിറ്റൽസ് മാത്രമല്ല പല സ്ഥാപനങ്ങളിലും ഇന്ന് ആ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ ഡാറ്റാസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ട്രോണിക്കലായിട്ടാണ് ഇത്തരം ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക. കാരണം എപ്പോ വേണമെങ്കിലും ആ ഡാറ്റാസ് ക്യാൻ ബി ഷെയർഡ് ടു എനിവൺ. ആർക്ക് വേണമെങ്കിലും പെർമിഷൻ അനുസരിച്ച്, റിക്വസ്റ്റ് അനുസരിച്ച് ആ ഡാറ്റാസ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഇലക്ട്രോണിക്കലി സേവ് ചെയ്ത് വെക്കുന്നതിന്റെ ഒരുപാട് കാര്യം പറഞ്ഞു. നമ്മളുടെ ഹെൽത്തിന്റെ ക്വാളിറ്റി, എഫിഷ്യൻസി, മറ്റു കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേഷ്യൻസിനെയും ഫാമിലീസിനെയും ഒരുമിച്ച് ഇതിനകത്ത് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ കെയറിങ്ങിന്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, എല്ലാ ആളുകൾക്കും കൊടുത്ത കെയർ ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഏകോപിപ്പിക്കുക. ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ പല കാര്യങ്ങളും ഒരു പേഷ്യന്റിന് തന്നെ ചിലപ്പോൾ പോകേണ്ടി വരും.
ഡോക്ടറെ കണ്ടു, ഫാർമസി പോകണം, മറ്റ് എന്തെങ്കിലും സർജറി ഉണ്ട് അവിടെ പോകണം, ലാബിൽ പോകണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഒറ്റ ഇൻഫോർമേഷൻ ആയിട്ടൊക്കെ മാറ്റാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പോപ്പുലേഷന്റെ ഹെൽത്ത്, പബ്ലിക് ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല സേഫ്റ്റി, പ്രൈവസി, സെക്യൂരിറ്റി അല്ലെ, നമ്മളുടെ പേഴ്സണൽ ഹെൽത്ത് ഇൻഫോർമേഷൻസ്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആരോഗ്യ ഇൻഫോർമേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക, അത് അതിന്റെ പ്രൈവസി എൻഷുർ ചെയ്യുക അല്ലെ, ഉറപ്പുവരുത്തുക. മറ്റാർക്കും ഒക്കെ നമ്മളറിയാതെ മറ്റാർക്കും അത് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല എന്നൊക്കെ ഒക്കെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ചെയ്ത് നമുക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ പറയുന്ന എത്ര സെക്യൂർഡ് ആയിട്ട് നമ്മൾ ഈ ഇൻഫോർമേഷൻസ് ഇങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആയിട്ട് മാറ്റാനും ദേ ഫേസ്, ഈ പറയുന്ന എല്ലാ ഓർഗനൈസേഷൻ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഫേസ് സം കീ ഇഷ്യൂസ് ഓർ ചലഞ്ചസ്. അവര് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ ഈ ഒരു മേഖല അനുഭവിക്കുന്നുണ്ട്. ഇലക്ട്രോണിക്കലായിട്ട് ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഡാറ്റാസ് എല്ലാം സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഇവർക്ക് പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടി വരുന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്രയധികം ടെക്നോളജീസ് ഡെവലപ്ഡ് ആയി, ആൻഡ് ഓൾസോ ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻസ് അഡോപ്റ്റ് ദ ടെക്നോളജി ചേഞ്ചസ്. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അതനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായി അവരും ഈ പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവര് ഫേസ് സം ക്രിട്ടിക്കൽ ഇഷ്യൂസ്, ഭയാനകമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ ഇവര് ഇതിന്റെ ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള, ഇതിന്റെ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യില്ലേ, ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ, അതിനെയാണ് നമ്മൾ പരസ്പര പ്രവർത്തനക്ഷമതയാണ്. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റും മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഉണ്ടാകുന്ന ആ ഓപ്പറേഷൻ എഫിഷ്യൻസിയാണ്, അതിനെയാണ് ഇന്റർ ഓപ്പറബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതെന്താണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, അന്നേരം ഞാൻ ഒന്നുകൂടി പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഇത് യൂസ് ചെയ്യുന്ന കാര്യം, ഈ ഡാറ്റ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് യൂസ് ചെയ്യുന്ന കാര്യത്തില്, പിന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഇതിന്റെ കാര്യത്തിലൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള വെല്ലുവിളികളും ഇന്ന് നേരിടുന്നുണ്ട് എന്നാണ് പറയാ. ടെക്നോളജി ഇത്രയൊക്കെ വളർന്നു അല്ലെങ്കിൽ ഇത്രയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങളിൽ ഇന്റർ ഓപ്പറബിലിറ്റി, യൂസബിലിറ്റി, ഹെൽത്ത്, IT ചലഞ്ചസ് ഓർ സേഫ്റ്റി അല്ലെ, IT മേഖലയിൽ ഉണ്ടാകുന്ന സുരക്ഷിതത്വത്തിന്റെ കുറവ്, അത് യൂസ് ചെയ്യുന്നതിന്റെ പോരായ്മകള്, ഇന്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുന്ന ചില ഇഷ്യൂസ്, ചലഞ്ചസ് ഇന്ന് പല ഓർഗനൈസേഷൻസും ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇന്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സിസ്റ്റം, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ, അത് ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് ഇലക്ട്രോണിക്കലി മറ്റൊരു ആളുകളിലേക്ക് ഇവിടെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. കണക്റ്റഡ് ആണല്ലോ, അപ്പൊ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ലിങ്ക് വഴി മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവരും ഉപയോഗിക്കും. അപ്പൊ അവർക്ക് വലിയ എഫേർട്ട് ഇല്ല, കണ്ട. അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നു, നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നു. സോ ദേ ഹാവ് നോ എനി എഫേർട്ട്. അവർക്ക് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ല, കാരണം അവരത് എന്താ പറയാ റെഡിമെയ്ഡ് ആയിട്ട് അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ അവിടെ നിന്ന് ഷെയർ ചെയ്ത് കിട്ടി. സോ ദേ ആർ നോട്ട് മേക്കിംഗ് സം എഫേർട്ട്. കണ്ടോ, അതൊരു പ്രവർത്തനക്ഷമത കുറവാണ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഞാൻ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ച് തലയിൽ എന്റെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ഞാൻ ചെയ്ത് കണ്ടുപിടിക്കും, എന്നിട്ട് അത് മറ്റൊരാള് എന്നോട് ചോദിക്കാം, അതൊന്ന് തരും, അല്ലെങ്കിൽ നമുക്കത് ഷെയർ ചെയ്ത് തരും. സോ എന്റെ എഫേർട്ട് കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ എബിലിറ്റി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു എന്തായിക്കോട്ടെ, എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും സർവീസ് ആയിക്കോട്ടെ, അത് മറ്റൊരാൾ നമ്മളിൽ നിന്ന് ഷെയർ ചെയ്ത് വാങ്ങിക്കുമ്പോൾ ദേ ആർ നോട്ട് മേക്കിംഗ് എനി എഫേർട്ട് അല്ലെ? അവർ വലിയ എഫേർട്ട് എടുക്കണ്ട. എഫേർട്ട് എടുത്തത് ആരാ? ആദ്യം ഉണ്ടാക്കിയ ആൾക്കാർ. അതാണ് ആ ഇന്റർ ഓപ്പറബിലിറ്റി അതിനെ ബാധിക്കും. കാരണം അവരത് ചെയ്ത് തയ്യാറാക്കി, മറ്റവർ അത് ഷെയർ ചെയ്ത് വാങ്ങിച്ചു. അത് ഇന്റർ ഓപ്പറബിലിറ്റി എന്ന് പറയുന്ന വെല്ലുവിളി നേരിടുന്നുണ്ട്. പിന്നെന്താ, അപ്പൊ ഈ ഇന്റർ ഓപ്പറബിലിറ്റിയുടെ ആ ഒരു പ്രവർത്തനക്ഷമതയ്ക്കുള്ള ചില തടസ്സങ്ങളും അവർ പറയുന്നുണ്ട്. ഇന്റർ ഓപ്പറബിലിറ്റി എന്നുള്ള ആ ഒരു ഇൻവെർട്ടർ കോമയിൽ പറഞ്ഞ ഭാഗം അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, ഇന്ററോപ്പറബിലിറ്റി ഡാഷ് ഈസ് ദ എബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു എക്സ്ചേഞ്ച് ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫർമേഷൻ വിത്ത് ആൻഡ് യൂസ് ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫർമേഷൻ ഫ്രം അതർ സിസ്റ്റംസ്. മറ്റ് സിസ്റ്റമുകളിൽ നിന്ന് ഇലക്ട്രോണിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് വാങ്ങിച്ചിട്ട് വിത്തൗട്ട് സ്പെഷ്യൽ എഫേർട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ യൂസർ. അത് ഉപയോഗിക്കുന്ന ആൾക്ക് യാതൊരു തരത്തിലുള്ള എഫേർട്ടും ഉണ്ടാക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ഇന്റർ ഓപ്പറബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ തടസ്സങ്ങൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് ഫുൾ ആയിട്ട് വേണ്ട, ഞാൻ പറയുന്ന അത്രയും മാത്രം നിങ്ങൾ അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടാ. അതായത് ഈ പ്രവർത്തനക്ഷമതയിലെ ഉപയോഗിക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യം മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു.
അങ്ങനെ വരുമ്പോഴും ചില പ്രത്യേകത ഉണ്ട്. ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെ, നിയമങ്ങളുണ്ട്, അവിടുത്തെ രീതികളുണ്ട്. അപ്പൊ അതങ്ങനെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ ചില ബൗണ്ടറി, ചില ലൈൻ വിട്ടിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ബാരിയർ ഉണ്ട്, അതൊരു തടസ്സമാണ്. ഷെയർ ചെയ്യാം, പക്ഷെ ആ തടസ്സങ്ങൾ എന്തുകൊണ്ടാണ്? ഓരോ സ്റ്റേറ്റിനും, ഇപ്പൊ കേരളത്തിലുള്ള ചില ഇൻഫോർമേഷൻ ചിലപ്പോൾ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് എന്താ പറയാ, ചിലപ്പോൾ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ചില വിവരങ്ങളായിരിക്കാം നമ്മൾ ഓൾറെഡി അത് ഇൻഫോർമേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മറ്റൊരു സ്റ്റേറ്റ് ആയിട്ടുള്ള ആന്ധ്രാപ്രദേശിലേക്കോ തമിഴ്നാട്ടിലേക്കോ അവിടുത്തെ ആരെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാൻ പറയുന്നു. പക്ഷെ അവിടെ അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ്, ചില നിയമങ്ങൾക്ക് വിധേയമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതൊരു തടസ്സം തന്നെയാണ്, അതൊരു ബാരിയർ ആണ്. Okay, അപ്പോൾ state have different laws and regulations making it difficult to share health information. Health information share ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ സ്റ്റേറ്റിന് ഉണ്ടാകുന്ന പല നിയമങ്ങൾക്കും വിധേയമാക്കി മാറ്റി ഓരോ സ്റ്റേറ്റിനും ഡിഫറെന്റ് ആയതുകൊണ്ട് അതൊരു ബാരിയർ ആണ്. പിന്നെ പേയ്മെന്റ് ഇൻസെന്റീവ്സ്, അതായത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊടുക്കുമ്പോഴില്ലേ, ശരിക്കും പറഞ്ഞത് ഉണ്ടാക്കിയവർക്കാണ് കൂടുതൽ പേയ്മെന്റ് കൊടുക്കണ്ടേ, അല്ലെ? പക്ഷെ അത് ഷെയർ ചെയ്ത് കിട്ടുന്നവർക്ക് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്കും ആ പേയ്മെന്റ് തന്നെ കിട്ടുന്നു. അവിടെ ആ പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു അലൈൻമെന്റ്, ഒരു ശരിയായ രീതിയിലുള്ള ഒരു എന്താ പറയാ വിതരണം, പേയ്മെന്റ് ശരിയായ രീതിയിൽ വിതരണമില്ല. പേയ്മെന്റ് ഇൻസെന്റീവ്സ് ആർ നോട്ട് അലൈൻഡ്, അത്രയും മതി. പേയ്മെന്റ് ആൻഡ് ഇൻസെന്റീവ്സ് ആർ നോട്ട് അലൈൻഡ് എന്നുള്ളത്, കൃത്യമായ രീതിയിലുള്ള പേയ്മെന്റ് അലൈൻമെന്റ് അല്ല ഉള്ളത്. പിന്നെ പ്രൈവസി ലോസ് ഡിഫർ ആൻഡ് മിസ് ഇന്റർപ്രറ്റഡ് എന്ന് വെച്ചാൽ എന്താ, ചില പ്രൈവറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യമായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്, അതും പല സ്ഥലത്തും ഡിഫറെന്റ് ആണ്. ഒരു സ്ഥലത്തുള്ള പോലെയല്ല മറ്റു സ്ഥലത്ത്, അതും ഒരു ബാരിയർ ആണ്, അല്ലെ? ഇപ്പൊ കേരളത്തിലുള്ള പോലെ ആയിരിക്കില്ല നിയമങ്ങൾ പല സ്ഥലത്തും. അതാണ് പറഞ്ഞത് പ്രൈവറ്റ് ലോസ് ഡിഫർ ആൻഡ് മിസ് ഇന്റർപ്രറ്റഡ്. പിന്നെ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഫോമിലായിട്ടില്ല ഇപ്പോഴും. എത്രയൊക്കെ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്നു, ടെക്നോളജി ഉപയോഗിച്ചാലും എന്ന് പറഞ്ഞാലും ഇതൊന്നും ഇപ്പോഴും കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ് ഫോമിൽ ഈ ഇൻഫോർമേഷൻസ് ഒന്നും ശരിയായി വന്നിട്ടില്ല, സമയം എടുക്കുന്ന പറയുന്നത്. ഇനി മാത്രമല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന പേഷ്യൻസും തമ്മിൽ എന്തില്ല, ശരിയായ രീതിയിലുള്ള ഒരു വിശ്വാസ ബന്ധം ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴും. അതായത് നമ്മൾ ചികിത്സ കൊടുക്കുന്നു, ആ ചികിത്സ എത്രത്തോളം ഫലവത്തായി എന്ന് പേഷ്യൻസിന്റെ റിയാക്ഷൻസിൽ നമുക്ക് മനസ്സിലാകാം. പക്ഷെ ചില സമയങ്ങളിലൊക്കെ അവർക്ക് വിശ്വാസക്കുറവുണ്ട്, ഇവരൊക്കെ വിശ്വാസം ഇതൊക്കെ ശരിയാണോ ഈ വരുന്നത്, അല്ലെ? അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ ഒരു കുറവ്, ലാക്ക്, അതും ഇതിനൊരു തടസ്സം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഈ എന്താ പറയാ ഇന്റർഓപ്പറബിലിറ്റിയുടെ ബാരിയേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതും ഒന്ന് ടിക്കിടുക, ഞാൻ പറഞ്ഞ അത്രയും മാത്രം അണ്ടർലൈൻ ചെയ്യാട്ടോ. ആദ്യത്തേത് സ്റ്റേറ്റ് ഹാവ് ഡിഫറെന്റ് ലോസ് ആൻഡ് റെഗുലേഷൻസ്, അത്ര മതി. രണ്ടാമത്തേത് പേയ്മെന്റ് ഇൻസെന്റീവ്സ് ആർ നോട്ട് അലൈൻഡ്, അത്ര മതി. മൂന്നാമത്തേത് പ്രൈവറ്റ് ലോസ് ഡിഫർ, അത്രയും മതി. ഹെൽത്ത് ഇൻഫോർമേഷൻ ഈസ് നോട്ട് സഫീഷ്യന്റ്ലി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടില്ല. ലാസ്റ്റത്തേത് ദർ ഈസ് ലാക്ക് ഓഫ് ട്രസ്റ്റ് എമംഗ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്, അത് ഫുൾ വേണം. ഹെൽത്ത് കെയർ ആരൊക്കെ തമ്മിലുള്ള വിശ്വാസക്കുറവാണെന്ന് പറയണ്ടേ, അപ്പൊ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും അതിന്റെ കൺസ്യൂമേഴ്സും തമ്മിലുള്ള ആ ഒരു വിശ്വാസക്കുറവ്. ഓക്കെ, ആ 5 പോയിന്റ് ടിക്ക് ചെയ്യാം. ഇനി യൂസബിലിറ്റി ആണ്, ഈ ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് അറിയാം ഇൻഫോർമേഷൻസ് യൂസ് ചെയ്യുന്നത് ആരാ? ക്ലിനിക്കൽ ഇത് നടത്തുന്ന, അതായത് ഹോസ്പിറ്റൽസ് നടത്തുന്ന അതിനകത്തുള്ള ക്ലിനീഷ്യൻസ്, അല്ലെ? അവർക്ക് ഈ EHR അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫോർമേഷൻസ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നു, പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ 55% ഓഫ് ദ ഫിസിഷ്യൻസ്, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിലെ 55% ഡോക്ടർമാര് എന്ത് ചെയ്യാണ്, അവർ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ്. ഈ പറയുന്ന ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. പല കാര്യങ്ങൾ കൊണ്ടായിട്ട് ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമുല ആയിട്ടില്ല ഇപ്പോഴും. ഓക്കെ, അപ്പോ 55% ഒരു കണക്കെടുപ്പ് പ്രകാരം അവർ പറയുന്നതാ 55% ഓഫ് ദ ഫിസിഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അവർ ഈ പറയുന്ന EHR ഉപയോഗിക്കുന്നതിൽ 55% ആളുകളും ഡിസാറ്റിസ്ഫൈഡ് ആണ്. അത് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ കോമൺ ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ഫ്രസ്ട്രേഷൻസ് സാധാരണ ഉണ്ടാകുന്നത്. പിന്നെ ഇവര് ഈ റിസൾട്ടുകളൊക്കെ ഇപ്പൊ ചിലപ്പോ ഒരു ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കും, അതിനകത്ത് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ്. പിന്നെ എന്താ പറയാ അൺക്ലിയർ ഐക്കോണോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ചിലപ്പോ ഏതെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും പാർട്ട് അതിന്റെ ഒരു എന്താ പറയാ ഇമേജിങ് ടെസ്റ്റ് ഒക്കെ നടത്തിയെന്ന് വിചാരിക്കുക, റേഡിയോളജി ഒക്കെ ഉപയോഗിച്ച്. അപ്പൊ അത് ക്ലിയർ ആകുന്നില്ല, വ്യക്തതയില്ല. അതാണ് ചിത്രങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു പ്രദർശനമാണ് ശരിക്കും ഐക്കോണോഗ്രാഫി. അത് അൺക്ലിയർ ആകുക എന്ന് പറഞ്ഞാൽ ചിത്രം
ശരിയായ രീതിയിലല്ല അതവിടെ വന്നിരിക്കുന്നത്, ഇമേജ് ആയിട്ട് വന്നേക്കണേ. അതിലുണ്ടാകുന്ന ക്ലാരിറ്റി കുറവ്. ഓക്കെ, പിന്നെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നില്ല ക്ലിനീഷ്യൻസിനെ പല രീതിയിലും, അവരുടെ വർക്ക് ഫ്ലോനെ ബാധിക്കുന്നു, അവരുടെ ജോലിക്ക് തടസ്സമുണ്ടാക്കുന്നു. ചിലപ്പോ അത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവർക്ക് അവരുടെ ഉത്തരങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇൻസൈറ്റ്, അവരുടെ കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ കാരണം ശരിയായ രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന ഇന്റർഓപ്പറബിലിറ്റി നമ്മളുടെ ഈ സിസ്റ്റം ഉപയോഗിച്ച്, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ചില യൂസബിലിറ്റിക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. കോമൺ ഫ്രസ്ട്രേഷൻസ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. കൺഫ്യൂസിംഗ് ഡിസ്പ്ലേസ്, ഇൻകൺസിസ്റ്റന്റ് ഓർ അൺക്ലിയർ ഐക്കോണോഗ്രഫി, അൺക്ലിയർ ആയിട്ടുള്ള പിക്ചർ പ്രദർശനമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ പിക്ചർ എന്ന് പറഞ്ഞാൽ വേറെ പടമൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന്റെ പല ഇമേജിംഗ് ടെസ്റ്റുകൾ നടത്തുമ്പോൾ ക്ലിയർ ആകാതിരിക്കാം. ചിലപ്പോൾ ഇന്നർ പാർട്സ് ഒക്കെ ഇമേജിംഗ് ടെസ്റ്റിലൂടെ നടത്തില്ലേ, റേഡിയോളജി ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, പഠിച്ചോ? അതിലൊക്കെ നമ്മൾ ഇമേജിംഗ് ടെസ്റ്റ് ആണ്. ഈ IV കാനുലൊക്കെ ഇത് കയറ്റിവിട്ടിട്ട് ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെ ആ ഒരു ചിത്രങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ വ്യക്തത കുറവ്, ചില സിസ്റ്റമിലൊന്നും അത് കൃത്യമായിട്ട് വ്യക്തമായി കാണില്ല. അപ്പൊ അവർക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് ഇതിൽ എന്ത് ട്രീറ്റ്മെന്റ് നടത്തണം, എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. അതാണ് പറയുന്നത് 55% ഫിസിഷ്യൻസും സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 45% ആളുകൾ മാത്രമാണ് ഇത് എന്താ പറയാ ശരിയായ രീതിയിൽ അത് പറ്റുമെന്ന് വിചാരിക്കുന്നത്. അതൊക്കെയാണ് ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടെ. ഇൻഫാക്ട് 55% എന്നുള്ളതും പിന്നെ മറ്റേ സെന്റൻസ് കോമൺ ഫ്രസ്ട്രേഷൻസ്, കൺഫ്യൂസിംഗ് ഡിസ്പ്ലേസ്, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി 2011 the Institute of Medicine Institute published a report titled Health IT and Patient Safety, building safer systems for better health care. അതായത് ഹെൽത്ത് കെയറിലേക്ക് പിന്നെ ഒരു പുതിയ ഇന്നോവേഷൻ, പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ, കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചുകൂടി കെയർ നല്ല രീതിയിൽ കൊടുക്കാൻ, ഒരു ബെസ്റ്റ് സിസ്റ്റം, ഒരു എന്താ പറയുക സേഫർ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ, ആളുകൾക്ക് കൊടുക്കുന്ന കെയറിംഗിൽ ഒരു നല്ല സേഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ഒരു പുതിയ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അതിന്റെ പേര് എന്താണ്? ആ റിപ്പോർട്ടിന്റെ പേരാണ് ഹെൽത്ത് ഐടി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അത് അണ്ടർലൈൻ ചെയ്യണേ. ആ സെന്റൻസ് ബെറ്റർ കെയർ വരെ. ഓക്കെ, ഇൻ 2011 the Institute of Medicine published a report. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ 2011 ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. ആ റിപ്പോർട്ടിന്റെ പേര്, ടൈറ്റിൽ ഇതാണെന്ന്. ഏതാണ് പേര്? ഹെൽത്ത് ഐ ടി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. ഹെൽത്ത് ഐ ടി ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, അതാണ് അതിന്റെ പേര് കേട്ടാ. എന്തിനു വേണ്ടിയിട്ട്? ബിൽഡിംഗ് സേഫർ സിസ്റ്റംസ് ഫോർ ബെറ്റർ കെയർ. ആ ബി ഒന്നും ക്യാപിറ്റൽ ലെറ്റർ വേണ്ട, ആ ബി ചെറിയ അക്ഷരം മതി കേട്ടോ. ബിൽഡിംഗ് സേഫർ സിസ്റ്റംസ് ഫോർ ബെറ്റർ കെയർ, ശരിയായ കെയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, അതായിരുന്നു അതിന്റെ റിപ്പോർട്ട് കേട്ടാ. ഇനി ഓക്കെ, ഇനി എന്താ പറയാ, ഇതെല്ലാം ഇന്ന് എന്താ പറയാ ഇപ്പോഴും ആളുകള് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അടുത്ത ഹെഡിങ്. HIS സോഫ്റ്റ്വെയർ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിനു വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിന്റെ ഭരണപരമായ എല്ലാ കാര്യവും, ഭരണം എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, എന്താ പറയാ മറ്റ് എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അത്തരം നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ എലമെന്റ്, അത് ആ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഫർമേഷൻ ആണ് നമ്മുടെ HIS എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്യാം. Health information system is an element of health informatics that focus mainly on the administrational needs of hospitals. ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. HIS-ഉം HMS-ഉം രണ്ടും തന്നെയാണ്. ഓക്കെ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ആ ഒരു പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ്. ഇതൊക്കെ തന്നെ വീണ്ടും പറയുന്നത്. പല മേഖലകളിലും എക്സ്റേ എടുക്കാൻ, ലബോറട്ടറി ടെസ്റ്റിന്, വിഷ്വൽ റിസൾട്ടുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമേജിംഗ് ടെസ്റ്റിന് എല്ലായിടത്തും പ്രൊഫഷണൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നു എന്ന് വീണ്ടും ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അടുത്തത് HMS എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം.
അതിന്റെ മറ്റൊരു പേരാണെന്ന്. ആ സെന്റൻസ് കണ്ടോ നിങ്ങൾ ആ പാരഗ്രാഫില്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ പേഷ്യന്റ് ലബോറട്ടറി ടെസ്റ്റ് ഇൻഫർമേഷനകത്ത് വരുന്നത് എക്സ്റേ which can be visible. അതൊക്കെ ഇതിനകത്തൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കുന്നുണ്ട് തന്നെയാണ്. നമുക്ക് ഇനി ആവശ്യമില്ല അതൊക്കെ നമ്മള്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടേ അപ്പൊ ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ HIS ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായിട്ട് നമുക്ക് എന്താ പറയാ നമ്മളെ പരിശോധിക്കുന്ന ഡോക്ടർമാരും മുതല് നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ എവിടെയൊക്കെ നമുക്ക് പോകേണ്ടി വരും അവിടെയൊക്കെ നമുക്ക് തരുന്ന കെയറിങ് ആ ഒരു കെയർ ചെയ്യുന്ന ആ ഒരു പ്രൊവൈഡിങ് ചെയ്യുന്നവര് അവരെല്ലാവരെയും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എന്താ പറയാ ഒരു സൗകര്യം HIS നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറെ പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ ബെഡ് സൈഡിലൊക്കെ ഫോണുകളൊക്കെ ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പോർട്ടബിൾ ഡിവൈസസ് ഏതൊക്കെയാണ്? പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ കൊണ്ടെടുക്കാൻ പറ്റുന്നത് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് ദ ബെഡ് സൈഡിൽ നമുക്ക് ഉപയോഗിക്കാം. ആ രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. HIS provide internal and external communication among healthcare providers. അതിന്റെ കൂടെ തന്നെ portable devices such as smartphones and tablet computers may be used at the bedside. അണ്ടർലൈൻ ചെയ്യാട്ടോ പറയുന്നത് മാത്രം. ഓക്കെ. ഇനി ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കൂടെയില്ലേ കുറെ വെറൈറ്റീസ് ഓഫ് സബ് സിസ്റ്റംസ്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങൾ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇനി അത് കൂടാതെ അതിന്റെ ഉള്ളിൽ സബ് സിസ്റ്റംസ് ഉപ സിസ്റ്റമുകൾ സമ്പ്രദായങ്ങൾ ഉണ്ടെന്ന് ഉള്ളില് ഈ ഹെൽത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും കുറെ സബ് സിസ്റ്റംസ് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് മൾട്ടി മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതിന് കുറച്ച് പേരുകൾ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ലബോറട്ടറി അത് ലാബിലെ കാര്യങ്ങൾ മാത്രം സേവ് ചെയ്യാൻ മനസ്സിലായ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ലാബിന്റെ റിസൾട്ടുകൾ ലാബിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അത് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ഇല്ലേ HISന്റെ സബ് സിസ്റ്റംസിൽ വരുന്നതിന്റെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കണേ. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, പോളിസി ആൻഡ് പ്രൊസീജിയർ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് നമ്മുടെ പോളിസി LIC ഒക്കെ അങ്ങനെ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ. റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം, പിക്ചർ ആർച്ചീവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇത് റേഡിയോളജി വിഭാഗമൊക്കെ. അങ്ങനെ പല കാര്യങ്ങൾക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സബ് സിസ്റ്റംസും HISനകത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ HISന്റെ സബ് സിസ്റ്റംസിൽ വരുന്നതിന്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ടിക്കറ്റ് വെച്ചേക്കാം ഏതൊക്കെയാണെന്ന്. ഓക്കെ. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ HISന്റെ എന്താ പറയാ ഒരു കാര്യക്ഷമമായ ഒരു ബെനിഫിറ്റുകൾ എന്തൊക്കെ നേട്ടമാണ് ഈ HISനകത്ത് ഉള്ളത് അത് കുറച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എഫിഷ്യന്റ് ആൻഡ് അക്യുറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ് ഡയറ്റ് ഓഫ് പേഷ്യന്റ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഉള്ള ചില കാര്യങ്ങൾ തന്നെയാണ് അവിടുത്തെ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, പേഷ്യന്റിന്റെ ഡയറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പല മെഷീനറീസ് ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങിന്റെ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഇത് വന്നു മോശമായി പോയി ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇത്. പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന മെഡിക്കൽ എയ്ഡ് അത് എങ്ങനെയാണ് കൊടുക്കുന്നത്, സഹായിക്കുന്നത് എങ്ങനെയാ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനെയൊക്കെ ഒരു എന്താ പറയാ ഒരു എഫിഷ്യന്റ് ആക്കാനായിട്ട് അത് എഫിഷ്യന്റ് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് HIS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു ബെനിഫിറ്റ് ആണ്. അത്രയും മതി. മെഡിക്കൽ എയ്ഡ് വരെ. എഫിഷ്യന്റ് ആൻഡ് അക്യുറേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫിനാൻസ് ഡയറ്റ് ഓഫ് പേഷ്യന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കൽ എയ്ഡ്. ആളുകൾക്ക് കൊടുക്കുന്ന മെഡിക്കൽ എയ്ഡ് എന്താ പറയാ വൈദ്യസഹായം, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന വൈദ്യസഹായം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽസിൽ വരുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ഡയറ്റ് സംബന്ധമായ കാര്യങ്ങൾ, അവരുടെ ഫിനാൻസ് സംബന്ധമായ കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. ഓക്കെ.
നെക്സ്റ്റ് വൺ ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ്. എന്താ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, പേഷ്യൻസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന മരുന്നുകൾ, അത് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യണം. എന്താ മോണിറ്റർ ചെയ്യാൻ? കൊടുക്കുന്ന മരുന്ന് കൊണ്ട് ആളുകൾക്ക് അത് ഫലിക്കണ്ടോ, അല്ലെ? ഇനി ആ മരുന്ന് ഏതെങ്കിലും ഇടക്കാലത്ത് വെച്ച് അതിന് പകരം നമുക്ക് വേറെ മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ, കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞു, ഇതിനെ കുറിച്ച് വിലയിരുത്തണം, അല്ലെ? അല്ലാണ്ട് ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മരുന്ന് വീണ്ടും അത് തന്നെ ഉപയോഗിക്കുന്നു, ഒരു മാറ്റവും ഇല്ല ആ ഒരു മരുന്നിന് മാത്രം. പക്ഷെ ടെക്നോളജി മാറുന്നതനുസരിച്ച് എല്ലായിടത്തും ഡെവലപ്മെന്റുകൾ ഉണ്ട്, അല്ലെ? കുറച്ചുകൂടി ഈസി ആയിട്ട് എളുപ്പത്തിൽ ആളുകൾക്ക് ആശ്വാസം, അല്ലെ? കൊടുക്കാൻ പറ്റുന്ന വേദന സംഹാരികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി ആശ്വാസം പകരുന്ന രീതിയിലാണെങ്കിൽ, അല്ലെ? അങ്ങനത്തെ ഒക്കെ മാറ്റിക്കൊണ്ടുവരാം. അതാണ് പറഞ്ഞേക്കണം. അപ്പൊ ഡ്രഗിന്റെ മോണിറ്ററിങ്, യൂസേജ്, അത് ഉപയോഗിക്കുന്ന രീതി, അതിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മാത്രമല്ല അതിന്റെ ഇഫക്റ്റീവ്നെസ്, അത് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിന് വരുന്നുണ്ട്, അല്ലെ? ഇനി അതെന്ത് എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടോ, അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൂടുതൽ നമുക്ക് മരുന്നുകൾക്ക് പകരം അതിന് പകരം വേറെ നമുക്ക് ഫാർമസ്യൂട്ടിക്കൽസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ HIS ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നോക്കി പഠനങ്ങൾ നടത്തി ഇതിനെ കുറിച്ച് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അത് കേട്ടോ. ഇംപ്രൂവ്ഡ് മോണിറ്ററിംഗ് ഓഫ് ഡ്രഗ് യൂസേജ് ആൻഡ് സ്റ്റഡിങ് ഇഫക്റ്റീവ്നെസ് ലീഡ് ടു എ റിഡക്ഷൻ. അങ്ങനെയൊക്കെ പഠിച്ച് എടുക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് അതിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റുകൾ, അതിന്റെ എന്താ പറയാ അലർജിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ ഇംപ്രൂവ്സ് ഇൻഫോർമേഷൻ ഇന്റഗ്രിറ്റി, മിനിമൈസസ് ട്രാൻസ്ക്രിപ്ഷൻ എറേഴ്സ്. അതായത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഇല്ലേ, എന്താ പറയാ ഒരു ഏകോപനം, ഇന്റഗ്രിറ്റി, സമഗ്രത, അത് നമുക്ക് വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു മരുന്നിന്റെ പേരൊക്കെ നമുക്ക് ഡിപ്ലോമയിൽ പഠിച്ചില്ല, അല്ലെ? ഡോക്ടേഴ്സ് എഴുതുന്ന ഹാൻഡ് റിട്ടൺ ആ ഒരു ഇത് ചിലപ്പോൾ എല്ലാവർക്കും വായിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ മരുന്നിന്റെ പേര് ഒരു മെഷീൻ, ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് ആ പേര് ട്രാൻസ്ക്രൈബ് ചെയ്യും, അല്ലെ? വേറെ പരിഭാഷപ്പെടുത്തി നഴ്സസ് അതിനെ ഉപയോഗിക്കും, അല്ലെ? മെഷീന്റെ സഹായത്തോടെ. ഓക്കെ, അപ്പൊ അതിനകത്ത് വരുന്ന എറേഴ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇൻഫർമേഷൻ എൻട്രീസ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പൊ അത് മാറ്റി വേറെ ഡ്യൂപ്ലിക്കേറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ചില ഇൻഫോർമേഷൻസ് ഒക്കെ മിസ്സായി പോകും, റെക്കോർഡുകൾ മിസ്സായി പോകും. അപ്പൊ നമ്മളുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് തൽക്കാലം മാത്രമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, താൽക്കാലമാണ്, പെർമനന്റ് അല്ല. എന്നിട്ട് അത് ഒറിജിനൽ എങ്ങനെയെങ്കിലും തപ്പി കണ്ടെത്തി അത് ഒറിജിനൽ റെക്കോർഡാണ് നമ്മൾ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഓക്കെ, പിന്നെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഈസി ടു യൂസ്, അതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാം. എറേഴ്സ്, തെറ്റുകളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൂടുതൽ പെർഫോമൻസ് നമുക്ക് പുള്ളപ്പ് ചെയ്യാം, എന്നുവെച്ചാൽ കൂടുതൽ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് എന്താ പറയാ നമുക്ക് ഇത് ഇൻഫർമേഷൻസ് സൂക്ഷിക്കാം. Hospital software is easy to use and eliminate errors caused by handwriting. അവിടെ വരെ മതിയത് കേട്ടോ. ആ പോയിന്റ്, നാലാമത്തെ പോയിന്റില് caused by handwriting വരെ മതി. എന്തൊക്കെയാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ബെനഫിറ്റ് ഓഫ് HIS-ന്റെ ബെനഫിറ്റ്, ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? അപ്പൊ ഈ 4 നേട്ടം നിങ്ങൾ ഒന്ന് അതിന്റെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ അത്രയും വരെ ഓർത്തിരുന്നാൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ, അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും ഇതുകൊണ്ടൊക്കെയാണ് ഇതിന്റെ നേട്ടം. പിന്നെ നമ്മളുടെ പറയുന്നത് തന്നെയാ വീണ്ടും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് പല ട്രാൻസാക്ഷൻസും ഒരു ഹോസ്പിറ്റലിൽ ലോട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ക്യാരിഡ് ഔട്ട് ഈച്ച് ഡേ. ഓരോ ദിവസവും ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ നോക്കിയാൽ ഒരുപാട് ട്രാൻസാക്ഷൻസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തൊക്കെ ഇവന്റുകളാണ് നടക്കുന്നത്, അല്ലെ? അവിടെ സെയിൽസ് ഉണ്ട്, പേയ്മെന്റ് ഉണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്, അല്ലെ? അതുപോലെ തന്നെ എന്താ പറയാ ലാബില് പല ടെസ്റ്റുകൾ നടത്തുന്നു, ഒരുപാട്. ഈ ഓൾ ദീസ് ടാസ്ക് അവിടെ പ്രോസസ് ചെയ്യപ്പെടുന്ന എല്ലാ ടാസ്കുകളും കമ്പ്യൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പൊ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഫുൾ ഫോർ പ്രോസസിങ് ഓൾ ദീസ് ടാസ്ക്. ഈ ടാസ്കുകളെല്ലാം പെർഫോം ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്താ പറയാ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറയുന്നത്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം അത് മനുഷ്യനായാലും മെഷീനായാലും
അത് അതിന്റെ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കും. ഇപ്പൊ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരുന്നപ്പോ അതൊക്കെ എഴുതി തയ്യാറാക്കി എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിന് പകരം നമ്മൾ ഇന്നതെല്ലാം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരുന്നു. ഇപ്പൊ മനുഷ്യൻ ചെയ്താലും അത് മെഷീൻ ചെയ്താലും ഒന്ന് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചുകൂടി ടൈം സേവിങ്ങും കുറച്ച് ദീർഘകാലം നമ്മുടെ മെമ്മറിയിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നമ്മളിതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി എന്താ, ഇനി എന്താ പറയുക, നമ്മളുടെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഇമ്പാക്ട് ആണ് കൊടുത്തേക്കുന്നത്. ഇമ്പാക്ട് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഇമ്പാക്ട്, ഇഫക്ട് 8 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, രോഗികളുടെ സംതൃപ്തി, പിന്നെ സ്ട്രെങ്തൻ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിനകത്തുള്ള ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്തുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അത് വർദ്ധിപ്പിക്കുന്നു, ബലപ്പെടുത്തുന്നു. റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് സ്റ്റോർ ഡാറ്റ, ചെലവ് കുറയ്ക്കുന്നു, ഡാറ്റ കുറെ സ്റ്റോർ ചെയ്ത് ഡിജിറ്റൽ ആയിട്ട് വെക്കാൻ പറ്റും. സ്റ്റോർ ഡാറ്റ റിലയബിളി ഇൻ ദ ഡിജിറ്റൽ എൻവയോൺമെന്റ്, അത് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി, സേവനത്തിന്റെ ആ ഗുണം കൂട്ടാൻ വർദ്ധിപ്പിക്കാം. അസിസ്റ്റ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇങ്ങനെയുള്ള ഡാറ്റാസ് സേവ് ചെയ്യുന്നതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിന് ആളുകളെ സഹായിക്കുന്നു, അസിസ്റ്റന്റ് മാനേജേഴ്സിനെ സഹായിക്കുന്നു. ഫാസ്റ്റ് ഡാറ്റ കളക്ഷൻ, നമുക്ക് ഡാറ്റ പെട്ടെന്ന് കിട്ടും, കാരണം ഇതൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കല്ലേ, ഏത് സമയം വേണമെങ്കിലും റിട്ടേൺ ചെയ്യാം. സ്പീഡ് അപ്പ് ആൻഡ് സിംപ്ലിഫൈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകളൊക്കെ എളുപ്പം ലഘൂകരിച്ച് സ്പീഡാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ചില ഇമ്പാക്റ്റുകളാണ്. ഓക്കെ, അതും അങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഒരു സ്റ്റോർ ഡാറ്റ ഡിജിറ്റൽ എൻവയോൺമെന്റ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല, 1 മതി. അപ്പൊ 7 മതി ശരിക്കും. ഓക്കെ, 7. അതിൽ 4ാമത്തെ പോയിന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മറ്റേതിന്റെ തന്നെ ഒന്നുകൂടി വന്നേക്കണേ. നമുക്ക് 7 പോയിന്റ് മതി. ടിക്കറ്റ് വെച്ചേക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഇമ്പാക്ട് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അതിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ HMIS എന്ന് പറയുന്ന ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം മുതൽ അവിടുന്ന് തുടങ്ങി നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വരെ നമുക്ക് പറയുമ്പോൾ, അതായത് എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അവരുടെ പഠനങ്ങൾക്ക് ഗവേഷണങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ. കാരണം പേഷ്യന്റ് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചു, അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അറ്റ് എനി ടൈം ഏത് സമയം വേണമെങ്കിലും വി ക്യാൻ റിപ്ലൈ, അല്ലെ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവർക്ക് മറുപടി കൊടുക്കാം എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു എന്താ പറയാ ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ അവസാനമാണ് ഇങ്ങനെ കുറെ വലിച്ചു നീട്ടി എഴുതി വെച്ചിട്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇൻഫർമേഷൻ സിസ്റ്റം എന്തിനു സഹായിക്കുന്നു? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ, അത് പ്രൊട്ടക്ട് ചെയ്യാൻ, പ്രൈവറ്റ് ആക്കാൻ. ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു പാസ്വേഡ് അടിച്ച് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന മറ്റാർക്കും വന്നത് തട്ടിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. ചില ഇൻഫർമേഷൻസ് വളരെ പ്രൈവറ്റ് ആയിട്ട് വളരെ സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഇൻഫർമേഷൻസ് ഉണ്ട്, അല്ലെ? ആവശ്യക്കാർക്ക്, അത്രയും ആവശ്യമുള്ള ആളുകൾക്ക് മാത്രമേ അത് ഷെയർ ചെയ്യാൻ പാടുന്നു എന്നുള്ള കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സേഫ്റ്റിക്ക്, സെക്യൂരിറ്റിക്ക്, പ്രൈവസിക്കൊക്കെ ഡാറ്റ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് വേഗം പറഞ്ഞോളാം. നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒന്ന് പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഹിസ്റ്ററിയിലല്ലേ, ഹിസ്റ്ററി തുടങ്ങിയാണ് നമ്മൾ അങ്ങനെ പോയത്. ഓക്കെ, സോ അന്ന ഒന്ന് വായിക്കാമോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? അന്ന ഒന്ന് വായിക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ. The development and use of healthcare information system has changed dramatically with the advance in technology. Advance in technology. Answer, ma'am. Advance in technology. Advance in technology is the answer. അതായത് ഡാഷ് ഉണ്ടല്ലോ എവിടെയും കണ്ടു. ഉണ്ട് ma'am. The development and use of healthcare information system has changed dramatically with the advances in dash. അവിടെ ടെക്നോളജി. ഓക്കെ, ടെക്നോളജി ആണ് ആൻസർ. ഡാഷ് അറ്റത്തായിരുന്നു. ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ എടുത്തു പറയാം കേട്ടാ. കാരുണ്യ പറയാമോ? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാമോ? Yes, ma'am. കാരുണ്യ. During 1960s to 70s, healthcare executives invested in Dash, which could automate billing process, facilitate accurate Medicare cost reporting, administrative and financial information system. അതെ,
അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിലാണ് അവർ ആദ്യം ആയിട്ട് ഈ പറയുന്ന നമ്മളുടെ ഈ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യുന്നത് ഇൻഫോർമേഷൻ സിസ്റ്റം അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതായത് പ്രാഥമികമായിട്ട് ഉപയോഗിച്ചത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വിജി, അടുത്ത പറയാമോ? Dash has been developing departments for their all administrative and financial applications. Answer data processing. യെസ്, ഡാറ്റ പ്രോസസ് ആണ്. ഡാറ്റ പ്രോസസ് ആണ് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. എന്ത് ചെയ്തു? അങ്ങനെ ഒരു ഫെസിലിറ്റി, അങ്ങനെ ഒരു സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തത്, അതിനെയാണ് നമ്മൾ ഡാറ്റ പ്രോസസ് എന്ന് വിളിക്കുക. ഡാറ്റ പ്രോസസിംഗ് ആണ് ആൻസർ വരാം. നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? എല്ലാവരും വായിപ്പിച്ചപ്പോ പോയാ വായിക്കാട്ടാ, അല്ല പറയട്ടാ. ഐശ്വര്യ വായിക്കാമോ അടുത്ത ക്വസ്റ്റ്യൻ? ഐശ്വര്യ, ഐശ്വര്യ, അഞ്ജലി, അഞ്ജലി വായിക്കേ. Dash were smaller and powerful than mainframe computers. Mini computers. മിനി കമ്പ്യൂട്ടേഴ്സ് അതിനു മുമ്പ് ഡെവലപ്പ് ചെയ്താണ് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ആ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി സ്മോളർ ഇൻ സൈസിൽ കുറവാണെങ്കിലും ചെറുതാണെങ്കിലും പക്ഷെ പവർഫുൾ ആയിരുന്നു. കുറച്ചുകൂടി പവർഫുൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടുതൽ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനോട് കൂടിയാണ് മിനി കമ്പ്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. അപ്പൊ മിനി കമ്പ്യൂട്ടേഴ്സ് ആണ് അതിന്റെ ആൻസർ. അടുത്തത് അപർണ വായിക്കാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം, ഇത് തന്നെയാണോ നിങ്ങളും എഴുതിയ ആൻസർ എന്ന്. അപർണ ഇല്ല, ബഷീർ ഇവിടെ കിടക്കുന്ന പേരാണ് വായിക്കണേ. നിങ്ങളുടെ അക്കൗണ്ടിലെ നെയിമ വായിക്ക. ബഷീർ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളുണ്ട്, വായിക്കാമോ? ആൺകുട്ടിയുടെ പേര് ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ എടുത്ത് വായിച്ചതാണ്. ഓപ്പറയിൽ വെച്ചിട്ടുള്ളൂ, ആളില്ലാന്ന് തോന്നുന്നു. പിന്നെ ആരാ? നിഷ, നിഷ അടുത്ത് വായിച്ചേ. നിഷ, നിഷ പോയാ? അല്ല മാം, അവൾക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഒന്നും കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നിഷയോ? നിഷയാണോ? ഓക്കെ. അടുത്ത നമുക്ക് അടുത്ത ആളെ വിളിക്കാം. റോഷ്നി പറയാമോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോഷ്നി വായിക്കാമോ? യെസ്. Okay, ma'am. Which are the department that became a common place of mini computers? Answer laboratory, pharmacy, and radiology. അതെ, മിനി ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഒക്കെ അന്ന് ആദ്യമായിട്ടൊക്കെ കൊണ്ടുവന്നപ്പോ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് അത് കൂടുതലായിട്ട് ഉപയോഗിച്ചത്? കൂടുതൽ കോമൺ പ്ലേസ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സിനെ മിനി കമ്പ്യൂട്ടേഴ്സിനെ ഉപയോഗിച്ച കോമൺ പ്ലേസുകളാണ് അത് ലബോറട്ടറി, ഫാർമസി, റേഡിയോളജി എന്നീ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെയാണ്. ഓക്കെ, യെസ്. അടുത്തത് എല്ലാവരും ഉത്തരം എഴുതിയത് ശരിയാണെന്ന് നോക്കിയേക്കണേ. അടുത്തത് ഫെമിൻ. ഫെമിൻ പ്രയാട്ടി. ഫെമിൻ ഉണ്ടോ? ഇല്ല. ഡീന, ഡീന ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാമോ? Yes, ma'am. Dash can electronically collect and store, but patient data supply and information to provide on request, etc. Answer EHR. EHR ആണ് ആൻസർ. EHR can electronically collect and store data. ഇലക്ട്രോണിക്കലായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്ത് അത് പേഷ്യന്റിന്റെ ഡാറ്റ അതുപോലെ തന്നെ എന്നിട്ട് അത് ആവശ്യക്കാർക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടവർക്ക് അത് എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ EHR എന്ന് വിളിക്കുക. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് എന്നാണ് അവർ വിളിക്കുക. ഓക്കെ, നഫീറ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നഫീറ. Yes, ma'am. Dash system offers decision support features to physicians and other providers at the point of ordering. CPOE. CPOE. അതെ, CPOE ആണ് എന്ത് ചെയ്യുന്നത്? ഡിസിഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഫിസിഷ്യൻസിന് അവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള സപ്പോർട്ടിംഗ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം. CPOE അതിന്റെ ഫുൾ ഫോം, എക്സ്പാൻഡഡ് ഫോം നമുക്കറിയാം, കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി എന്നാണ്. ഓക്കെ, ഇനി ഉണ്ടോ ക്വസ്റ്റ്യൻ? Yes, ma'am. ഉണ്ടോ ക്വസ്റ്റ്യൻ? ഒന്നുകൂടി ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റിയ ആള് നേരത്തെ ഐശ്വര്യ വന്നോ? ഐശ്വര്യ മിസ് നേരത്തെ കട്ടായപ്പോഴാ.
വായിച്ചോ. Dash alert reminding the clinician that the patient is allergic to certain medication or to medication should not be taken in combination. ഏതാണ് അത്? EHR അലേർട്ട് ആണ്. അതായത് EHR അലേർട്ട് റിമൈൻഡ് ചെയ്യിപ്പിക്കും, ഓർമ്മിപ്പിക്കുന്ന ക്ലിനീഷ്യൻസിനെ ആ പേഷ്യന്റിന് ഇന്ന മെഡിക്കേഷൻ അലർജി ആണ്, അല്ലെങ്കിൽ ഇന്ന 2 മെഡിക്കേഷൻസ് ഒരുമിച്ച് കഴിച്ചാൽ അത് ആ പേഷ്യന്റിന് അലർജി ആണ് എന്നുള്ള ആ ഒരു റിമൈൻഡർ എന്താ? ഓർമ്മിപ്പിക്കലാണ്, ഓർമ്മപ്പെടുത്തലാണ് ഫിസിഷ്യൻസിനെ. അതിനെയാണ് നമ്മൾ EHR അലേർട്ട് എന്ന് വിളിക്കുക. ഇനി ഉണ്ടോ? ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇത് മാത്രം. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിക്കൊണ്ടുവന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ നമ്മളുടെ ഇന്നത്തെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ടായ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അതിനകത്ത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്തതുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ സെന്റൻസ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് നന്നായിട്ടൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ HMIS എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ ഇതിങ്ങനെ ഓരോ പാരഗ്രാഫ് വഴിയൊക്കെ പറഞ്ഞിട്ട് തന്നിട്ട് വരുന്ന കാര്യമില്ല. നമുക്കറിയാം, ഇൻഫർമേഷൻ സിസ്റ്റത്തിനകത്ത് റെക്കോർഡിംഗ് ആണ്, സ്റ്റോറിംഗ് ഓഫ് ഡാറ്റയാണ്. ആ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ഫിസിഷ്യൻസിന്, ക്ലിനീഷ്യൻസിന്, അതുപോലെ തന്നെ പേഷ്യൻസിന് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് പല പേരിലായിരുന്നു മാത്രം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, HMS രണ്ടും തന്നെയാണ്. അതുപോലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ സെയിം ആണ്. കാരണം എല്ലാം ഇങ്ങനെ ഡിഫറെന്റ് പേരിൽ ഇങ്ങനെ അറിയപ്പെടുന്നുണ്ടെങ്കിലും all things include the information storage. Information storage ആണ് ഇതിനകത്ത് മുഴുവനും വരിക. അത് ഇലക്ട്രോണിക് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ഇനി വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് 1-2 ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് തരാം. ഒന്നങ്ങനെ എഴുതിയിരുത്താമോ? സമയം ഒരു 5-10 മിനിറ്റ് ഉണ്ട്. ആണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളൊന്ന് എഴുതിക്കോ. യെസ്, എഴുതിക്കോട്ടാ. dash enable, ENABLE, enable users, users ഉപയോക്താക്കൾ, ഉപയോഗിക്കുന്നവർ, users to complete forms, FORMS, forms online, complete forms online, schedule appointments, SCHEDULE, schedule appointments, request, 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 refill on prescriptions, etc. Another question. Key issues and challenges എന്ന് പറഞ്ഞില്ലേ? Despite the proliferation in the adoption, despite എന്താ പറയാ, അതില്ലാതെ, അതായത് വ്യാപനം എന്നാണ്. proliferation എന്ന് പറഞ്ഞതിന്റെ proliferation എന്ന് പറയുന്നതിന്റെ മീനിങ് സ്പ്രെഡിങ് ആണ്, വ്യാപനം എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ശരിയായ രീതിയിൽ അതിന്റെ എന്താ പറയാ, ഈ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ട് അതിന്റെ വ്യാപനം, അത് എങ്ങനെയാണോ അത് ഉപയോഗിക്കേണ്ടത് അതിന്റെ ഒരു വ്യാപനം അത് ശരിയല്ലാത്തത് കൊണ്ട് ഒക്കെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പല രീതിയിലുള്ള ചാലഞ്ചസ്, വെല്ലുവിളികൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ഗിവ് സം, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഗിവ് സം എക്സാമ്പിൾസ്, give some examples for the key issues and challenges of EHR system.
of EHR system. HR സിസ്റ്റത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ചില കീ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഏതൊക്കെയാണ്? അതിന്റെ 2-3 ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയാൽ മതി. Key issues and challenges. Okay. Next one. അടുത്ത ഇതാ. What is the title? What is the title of reports? Title of reports published by published by the Institute of Medicine. The Institute of Medicine publish ചെയ്തിരിക്കുന്ന ആ റിപ്പോർട്ടിന്റെ ടൈറ്റിൽ എന്താണെന്ന്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ. ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A dash is an element of health informatics. Dash is an element of health informatics. That focuses on administrative needs of hospital. That focuses on administrative needs of hospital. Okay, അടുത്തത്. The other name of HMS. The other name of HMS. Okay. Next one. അടുത്തത് hospital information system provide a common source of information about a dash. Okay, എത്ര മതി? അപ്പൊ ഒന്ന് ഉത്തരം പറയാമോ? ഏതാ പറയേണ്ടത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ചോദ്യം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം is an element of health informatics. The information system provide a common source of information about a dash. നമ്മുടെ ഈ ഒരു പാരഗ്രാഫിൽ കേട്ടോ, സ്ക്രീനിലുണ്ട്, ഞാൻ ഒന്ന് ഇതാക്കാം, സെലക്ട് ചെയ്യാം. അത് സെന്റൻസ് ആണ്. ഇത് ലാസ്റ്റത്തെ ഭാഗത്ത് about a dash ആണ്.
ആൻസർ ഇപ്പൊ തന്നെ പറയാമോ? ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയോ? Portals. പോർട്ടൽസ് ആണ്. പോർട്ടൽ ഓൾസോ എനേബിൾ യൂസേഴ്സ്. പോർട്ടൽസ് കൊണ്ട് ആളുകൾക്ക് ഓൺലൈനിലായിട്ട് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള പോർട്ടൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഡിവൈസുകൾ. നേരത്തെ പറഞ്ഞില്ല, സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ ടാബുകൾ, അതുപോലെ തന്നെ എന്താ പറയാ മറ്റേ കാൽക്കുലേറ്റേഴ്സ് ഏതായിരുന്നു, സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ കൊണ്ടുവരുന്ന നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബെഡ് സൈഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മളുടെ പോർട്ടൽസ് ആണ്. അപ്പൊ അത് ആളുകളെ സഹായിക്കും. എന്തിനാ പോകുന്ന വഴിക്ക് എവിടെയാണെങ്കിലും നമുക്ക് വല്ല ഓൺലൈനിലായിട്ടുള്ള വല്ല ഫോം ഫില്ല് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് കെയർ തരുന്ന ആളുകൾക്ക് എന്തെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടോ, അതൊക്കെ സഹായിക്കും. പോർട്ടൽസ് ആയിട്ട് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ കീ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഏതൊക്കെയാ? എക്സാമ്പിള് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ എഴുതി? Usability and interoperability, health IT safety. Health IT safety. ശരിയാണ്. അടുത്തതോ? തേർഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ health IT and patient safety. ഹെൽത്ത് IT ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി. അതിന്റെ ആ റിപ്പോർട്ട് ഉണ്ടാക്കിയില്ലോ, അതിന്റെ ടൈറ്റിലാണ് ചോദിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ 2011 ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അതിന്റെ ടൈറ്റിലാണ് ചോദിച്ചത് നമ്മളോട്. ഹെൽത്ത് IT ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി ആണ് അതിന്റെ ടൈറ്റിലിന്റെ പേര്. നെക്സ്റ്റ് വൺ. Dash is an element, അത് HIS. വെരി ഗുഡ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം തന്നെയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ. Provide the other name for HMS, HIS, Health Information System, Health Management System, and Health Management Software. അതുണ്ട്. അതർ നെയിം ഉണ്ട്. HIS ആണ് HMS ന്റെ മറ്റൊരു പേര്. അതുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. സോറി. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? Patient health history. അത്രയുമാണ്. ഓക്കെ, അപ്പൊ അത്രയും മതി. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ കുറച്ച് തന്നിട്ടുണ്ട്. അത് ഇന്ന് എഴുതിയ ചോദ്യം കൂടി അതിന്റെ ഒപ്പം നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചു നോക്കിയേക്കാം കേട്ടാ. അപ്പൊ നമുക്ക് ഇനി എവിടെ കാണാം? എക്സാമിന് കാണാം. ഓക്കെ, നന്നായിട്ട് പ്രിപ്പയർഡ് ആകുക. കുറച്ച് ഡേറ്റ് ഒന്നും തന്നിട്ടില്ലല്ലോ മാം. എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ. ഡേറ്റ് പറയും. ഇന്ന് അവിടെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് 27 തീരാനായിട്ട്, സെക്കൻഡ് ചാപ്റ്റർ തീരാനായിട്ട് കുറെ ഉണ്ട്. സെക്കൻഡ് ചാപ്റ്റർ സോറി മിസ് എടുക്കുന്നതാണോ? അതെ, അത് വലിയ ചാപ്റ്ററാ. അതെയോ? ഇനി കുറെ ഉണ്ടോ? ഇനിയും ഉണ്ട് കുറെ, 10 പേജ് ഒക്കെ ഉണ്ടാവും. നാളെ അല്ല, മറ്റന്നാള് മിസ്സിന്റെ ക്ലാസ് ഉണ്ടോ? ഉണ്ട്, മാമിന് ഒരു ക്ലാസ് കൂടി ഉണ്ട്. ഇനി ഒരു ക്ലാസ് ഉണ്ട്. ഈ വീക്കിൽ ഒരു ക്ലാസ് ഉണ്ട്. നെക്സ്റ്റ് വീക്കില് 2 ക്ലാസ് ഉണ്ടാവും. അല്ലടാ, വെനസ്ഡേ ഫ്രൈഡേ ആണ് ടീച്ചറുടെ ക്ലാസ് ഉള്ളത്. ആണോ? എന്റെ ഒരു ട്യൂസ്ഡേയിലെ ക്ലാസ് കൊടുക്കാന്ന് പറയുന്നത്. ട്യൂസ്ഡേ വരെ ഉണ്ട് നമുക്ക് ക്ലാസ്. ട്യൂസ്ഡേ വരെയാണ് നമ്മളോട് പറഞ്ഞത്. ആരെങ്കിലും വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആ ടീച്ചറിന്റെ അവരുടെ ചാപ്റ്റേഴ്സ് തീരുകയാണെങ്കിൽ അവര് അതിന്റെ എവിടെന്നെങ്കിലും ചെറിയ പോർഷൻ വേണമെങ്കിൽ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വരാൻ പറ്റില്ല. എന്റെ പറഞ്ഞ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. ടീച്ചറിന്റെ ഏതെങ്കിലും പോർഷൻ എന്നിട്ടും തീർന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒന്നില്ലെങ്കിൽ വാഹിദ മിസ് അല്ലെങ്കിൽ ആതിര മിസ് ആരെങ്കിലും 2 പേര് എടുത്തോളും. എനിക്കാണ് വരാൻ പറ്റാത്ത. വാഹിദ മിസ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെ, അങ്ങനെയാണ്. ചാപ്റ്റർ 8 എടുത്തിട്ടില്ലേ? ചാപ്റ്റർ 8 എന്താണ്? എടുത്തതാണല്ലേ? വേറെ ഒന്നുമില്ലല്ലോ, മിസ്സായിട്ടില്ലല്ലോ ഓരോ ഇതില്. നോക്കണേ. ഇനി 27th നമ്മൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് കൊടുത്തു. എല്ലാം എടുത്തതാണ്. ജനറൽ ടേംസ് എടുത്തിട്ടില്ലേ മാം? ചാപ്റ്റർ 8 എടുത്തൂടാ. കഴിഞ്ഞു. നോക്കെടുത്ത് നിങ്ങളുടെ നോട്ടൊക്കെ നോക്കുക. എടുത്തിട്ടുണ്ടാവും നോക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീർക്കുക. ഓക്കെ, ഗ്രൂപ്പിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കവർ ചെയ്യാട്ടാ പോർഷൻസ്. ഗൈഡിന്റെ കാര്യം ഒന്ന് ചോദിക്കാമോ മാം? ചോദിക്കാം.
അതൊന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടാ. ആ എന്താടാ റിവിഷൻ ആയിട്ട് ഉണ്ടാവോന്ന്? ഞങ്ങളുടെ HIET കുറെ എക്സാം ആയിരുന്നപ്പോഴത്തേക്കും കുറെ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ലാസ്റ്റ് റിവിഷൻ ആയിട്ടൊക്കെ എടുത്തരാന്ന് പറഞ്ഞിരുന്നതായിരുന്നു. ആണോ? ആ മിസ്സായേക്കണേ. ഏത് മൊഡ്യൂളിലത്തെയോ? ഫസ്റ്റ് മൊഡ്യൂളിലെ? ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പാഠമൊക്കെ ഉണ്ട്, പിന്നെ സെക്കൻഡിലെ ഉണ്ട്, സെക്കൻഡ് മൊഡ്യൂളിലെ ഉണ്ട്. അതായത് 5th ഉം 6th ഉം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഡേറ്റ് ഇവര് ഞാൻ ഇന്ന് 27 തീരുന്നാണ്. ഞാനാണ് ഇതിന്റെ ഓരോ നമ്മളുടെ കോഴ്സുകളുടെ ടൈമിങ്, എപ്പ തീരും, എപ്പ തുടങ്ങി, എപ്പ തീരും, അതിന്റെയൊക്കെ കാര്യങ്ങൾ ഇട്ടു കൊടുക്കണം. അപ്പോഴാണ് അവിടുത്തെ മാനേജ്മെന്റിൽ നമ്മളെ അറിയിക്കുക ഇന്ന ദിവസത്തിലാണ് ഇന്ന